കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം കണ്ണൂരിൽ നിന്നാണ് ഉടലെടുത്തത്. കണ്ണൂരിലുള്ള കുറേ സഖാക്കൾ ചേർന്നിട്ടാണ് ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെ ഇന്ന് ഈ കാണുന്ന നിലയിൽ എത്തിച്ചത്. അത് പക്ഷേ അവർ സൃഷ്ടിച്ചിട്ടുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ഒരുപാട് സംഘർഷങ്ങൾ അവർക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്, പ്രതിസന്ധികൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. തല്ലേണ്ടവരെ തല്ലുകയും അടിക്കേണ്ടവരെ അടിക്കുകയും കൊല്ലേണ്ടവരെ കൊല്ലുകയും ഒക്കെ ചെയ്തിട്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനം ഇന്ന് കാണുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുള്ളത്. ഒരു കല്ലുപോലും പെറുക്കി വെക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തൊരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. ഒരു കസേരയിൽ നിന്ന് മറ്റൊരു കസേരയിലേക്ക് മാറിയിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പേരെ അനുവാദം ചോദിക്കണം. ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ കേരളത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു നേതാവാണ് സഖാവ് ശ്രീ പിണറായി വിജയൻ. അദ്ദേഹം വളർന്നതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ ആരും വളർന്നിട്ടില്ല. അദ്ദേഹം നേടിയതുപോലെ ആ പ്രസ്ഥാനത്തിൽ ആരും നേടിയിട്ടില്ല. അദ്ദേഹം നിയന്ത്രിക്കുന്ന പോലെ ആരും നിയന്ത്രിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ ഒതുങ്ങുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനം മാറിയിട്ടുള്ളത്. ദശലക്ഷം കോടി രൂപ പല രീതിയിൽ പല രൂപത്തിൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. അദ്ദേഹമാണ് ആ പ്രസ്ഥാനത്തിൻ്റെ റിമോട്ട് കൺട്രോൾ. അദ്ദേഹം പറയുന്ന പോലെയാണ് ആ പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ അദ്ദേഹമാണ് അതിനുവേണ്ടി ഒരുപാട് അധ്വാനിച്ചതും ജയിൽ ശിക്ഷ അനുഭവിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഒരാൾ സംസാരിച്ചാൽ പ്രസ്ഥാനത്തിനുള്ളിലാണെങ്കിലും അദ്ദേഹം ഗുരുതരമായിട്ടുള്ള ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും. ചിലപ്പോൾ മരണം വരെ സംഭവിക്കും. അതാണ് അതിൻ്റെ ഒരു രീതി. പക്ഷേ ഇപ്രകാരം ഇങ്ങനെയൊക്കെ ചെയ്ത് അവസാനം പ്രസ്ഥാനത്തിനെക്കാട്ടും വലിയൊരു ആളായിട്ട് മാറി എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. നേരത്തെ ഒരുപാട് നേതാക്കന്മാർ ഇതിനെ വിമർശിച്ചിട്ടുണ്ട്, ഇപ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ MA ബേബി പറയുന്നത് പിണറായി വിജയൻ പാർട്ടിക്ക് മുകളിലല്ല പാർട്ടിക്ക് ഉള്ളിലാണ് എന്നാണ്. അപ്പോൾ ഇതുപോലുള്ള വാക്കുകളൊക്കെ ഇവർ പറയുന്നതിൻ്റെ കാരണം സഖാവ് പിണറായി വിജയൻ അവർക്ക് പിടിച്ചു കെട്ടാൻ പറ്റാത്ത നിലയിൽ അത്രമാത്രം വളർന്നു എന്നുള്ളതുകൊണ്ടാണ്. കേരളത്തിലെ ഏറ്റവും സമ്പന്ന രാഷ്ട്രീയക്കാരന്മാരിൽ ഒരാൾ അദ്ദേഹമാണ് എന്നാണ് പറയുന്നത്. കാരണം അതുപോലെ പണം അദ്ദേഹത്തിൻ്റെ കയ്യിലൂടെ വന്നിട്ടുണ്ട്, അത് പലയിടത്തും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പണം ഉപയോഗിച്ചിട്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കും അദ്ദേഹത്തിനെതിരെ ഒരു വാക്കുപോലും പറയാൻ പറ്റത്തില്ല. അങ്ങനെയൊരു സാഹചര്യം ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുള്ളിൽ ഉണ്ട്. പലരും പേടിച്ചിട്ടാണ് ഓരോ അഭിപ്രായം പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ വാക്ക് സ്വച്ഛാധിപത്യത്തിൻ്റെ വാക്കാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞാൽ പ്രസ്ഥാനം ചിന്നിച്ചതറിപ്പോവും എന്നുള്ളതിൽ തർക്കമില്ല.